കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു പിതാവായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കാരുണ്യനായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ദയാശുലുവായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്ന കർത്താവെ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്ന കർത്താവെ. യേശുവേ രാജാവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ പരിശുദ്ധ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ കർത്താവേ. സ്തോത്രപ്പാ, സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് യേശുവേ ശുശ്രൂഷയെ കർത്താവെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. സ്തോത്രം കർത്താവ്. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ സാത്താൻ്റെ എല്ലാ പോരാട്ട ശക്തികളിൽ നിന്നും കർത്താവെ യേശുവേ ഈ ശുശ്രൂഷയെ കർത്താവെ യേശുവേ നന്ദി കർത്താവ്. ഈ ശുശ്രൂഷയെ അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഈ തിരുവചനം കേൾക്കുന്ന കർത്താവെ സ്തോത്രമപ്പാ. ഹല്ലേലൂയ കർത്താവെ. നേരിട്ടും യൂട്യൂബിൽ കൂടി എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ സ്തോത്രം ഓരോ മക്കളെയും തൊടണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അധ്വാനിക്കുന്ന ഒരു ഭാരം വഹിക്കുന്നവരായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ. തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ കർത്താവെ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അങ്ങ് മാറിപ്പോണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമുള്ളതായ കർത്താവെ മന്ന ഈ മക്കൾക്ക് കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 120 പറയുന്നത് പോലെ കർത്താവെ സ്തോത്രപ്പാ സ്തോത്രം. അവിടെ നിന്ന് എൻ്റെ വചനം അയച്ചു വിടുവിച്ചു. അതേ കർത്താവെ സ്തോത്രം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം, പ്രകാശത്തേക്കാൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന വചനം കർത്താവെ സ്തോത്രപ്പാ. ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളുടെ ശക്തിയേറിയ വചനം ഈ കേൾക്കുന്ന മക്കളുടെ മേൽ അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളിൽ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കുടുംബത്തിൽ ശാന്തി സമാധാനമില്ലാതിരിക്കുന്ന മക്കളുടെ കുടുംബങ്ങളിൽ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെടാത്ത ജീവിത പങ്കാളികൾ കർത്താവ് മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വഴിവിട്ട ജീവിതം നയിക്കുന്ന മക്കൾ കർത്താവെ സ്തോത്രമപ്പാ. ഹല്ലേലൂയ. അവരെല്ലാം മാനസാന്തരപ്പെട്ട് രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു. സാമ്പത്തിക മേഖലകളെല്ലാം കർത്താവെ അങ്ങ് ടച്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു. ഈ തിരുവചന മക്കൾക്കെല്ലാം വളരെയധികം അനുഗ്രഹപ്രദമാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങ് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ. അങ്ങയുടെ കാൽപാദത്തിൽ കർത്താവെ ഞങ്ങൾ ഈ ശുശ്രൂഷ ഞങ്ങളുടെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. അനേകം മക്കൾക്ക് അനുഗ്രഹപ്രദമായ ഒരു ഡെലിവറൻസായ ഒരു വിടുതലാകുന്ന ഒരു ശുശ്രൂഷയായി മാറണം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, നമ്മൾ വീണ്ടും ഒരു ശുശ്രൂഷയിലേക്ക് ഇന്ന് കടക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ഒരു ഹാളിൽ ഇരുന്ന് പ്രെയർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇത് പിന്നീട് നിങ്ങൾ ഓൺലൈനായിട്ട് കാണുമ്പോൾ സ്തോത്രം വളരെ ശ്രദ്ധാപൂർവം ഏകാന്ത മനസ്സോടുകൂടി ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടാകുക തന്നെ ചെയ്യും. സ്തോത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 94 47 74 75 76. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് പ്രാർത്ഥനാ സഹായമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നമ്പർ ഒന്നുകൂടി പറയുന്നു: 9447475756. എപ്പോൾ വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നൊരു വിഷയം, കഷ്ടങ്ങളിൽ നമുക്ക് ജയമുണ്ട്. സ്തോത്രം. കഷ്ടങ്ങളിൽ നമുക്ക് പരാജയമല്ല, കഷ്ടങ്ങളിൽ നമുക്ക് ജയമാണുള്ളത്. സ്തോത്രം. നമ്മുടെ മനസ്സൊക്കെ ഭയങ്കരമായ കഷ്ടത്തിലായിരിക്കാം. ദുഃഖത്തിലേക്ക് നയിക്കുന്ന അനേകം കാര്യങ്ങളുണ്ടായിരിക്കാം. രോഗങ്ങളായിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ട്, പലരാലും നിന്ദിക്കപ്പെടുന്ന, ത്യജിക്കപ്പെടുന്ന, പുച്ഛിക്കുന്ന അവസ്ഥകളിൽ കൂടി പോകുന്ന മക്കൾ, കുടുംബത്തിൻ്റെ ഭാവിയെ പറ്റിയുള്ള ആകുല ചിന്തകൾ, ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിൻ്റെയും ദുർനടപ്പുകളുടെയും മാനസാന്തരപ്പെടാത്ത അവസ്ഥകൾ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നതാണ് ഇന്നത്തെ യുവതലമുറ. നമ്മുടെ മക്കൾ വളരെ വഴിവിട്ട ജീവിതങ്ങളാണ് നയിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അവർ പല മയക്കുമരുന്നിനും
ദുർപ്രവൃത്തികളെല്ലാം ഏർപ്പെടുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള പല പല പ്രയാസത്തിൽ കൂടി, കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. എന്നാൽ അങ്ങനെ പോകുന്ന വ്യക്തികളോട് പറയുകയാണ്, ഈ പല പല ദുഃഖങ്ങളും ഭാരങ്ങളുമായി ഫേസ് ചെയ്തിരിക്കുന്ന ഓരോ മക്കളോടും പറയുകയാണ്, ഓരോ വിശ്വാസികളോടും പറയാണ്, പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഒരു കാരണവശാലും ഭാരപ്പെടേണ്ട. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന് നമുക്കൊരു ജയം ഉണ്ട്, നമുക്കൊരു വിക്ടറി ഉണ്ട്. സ്തോത്രം. നമ്മൾ പരാജയത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, പരാജയത്തിൽ നിന്നും ജയത്തിലേക്ക്, വിജയക്കൊടിയിലേക്ക് വിളിക്കപ്പെട്ട വിശ്വാസികൾ ആണ് നമ്മൾ. അതിനായിട്ടാണ് അതാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. കർത്താവ് യേശുക്രിസ്തു ഡയറക്റ്റ് പറയുന്ന വാക്യമാണ് യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു വഴി, കർത്താവ് യേശുക്രിസ്തുവിനെ ഏകദൈവമായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളോട് പറയാണ്, നിങ്ങൾക്ക് എന്നിൽ കൂടി സമാധാനം ഉണ്ടാകേണ്ടതിന്, യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന മക്കൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോൾ യേശുവിനെ സ്വീകരിച്ച മക്കൾക്കും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മക്കൾക്കും കഷ്ടം ഉണ്ട്, അവർക്കും ദുഃഖമുണ്ട്, അവർക്കും ദുരിതമുണ്ട്, അവർക്കും ഭാരങ്ങളുണ്ട്, പല പല പ്രയാസങ്ങൾ ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, എങ്കിലും ധൈര്യപ്പെടുവിൻ. നിങ്ങൾ കഷ്ടങ്ങളുണ്ടെങ്കിലും, ഭാരങ്ങളുണ്ടെങ്കിലും, ദുഃഖങ്ങളുണ്ടെങ്കിലും, രോഗങ്ങളുണ്ടെങ്കിലും, കരച്ചിലുണ്ടെങ്കിലും, പ്രിയ വിശ്വാസികളെ, കർത്താവ് യേശുക്രിസ്തു പറയാണ്, എങ്കിലും ധൈര്യപ്പെടുവിൻ. നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. നിങ്ങൾ പ്രയാസപ്പെടരുത്, നിങ്ങൾ ചഞ്ചലപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് നന്ദി, സ്തോത്രം. എങ്കിലും ധൈര്യപ്പെടുവിൻ. നിങ്ങൾ ഏത് കഷ്ടതയിൽ കൂടിയാണോ ഇന്ന് ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് കഷ്ടതയാണോ നിങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്, കർത്താവ് യേശുക്രിസ്തു പറയുന്നു, എങ്കിലും ധൈര്യപ്പെടുവിൻ. സ്തോത്രം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ ജീവിതചരിത്രം എല്ലാവർക്കും അറിയാം. ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച കർത്താവ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എൻ്റെ അത്രത്തോളം കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ലോകത്ത് ആരും അനുഭവിക്കാത്ത കഷ്ടതയും ദുഃഖവും എല്ലാം ഞാൻ അനുഭവിച്ചു, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ വിശ്വാസികൾ, ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, എൻ്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ ജീവിതം പ്രതിസന്ധിയാണല്ലോ എന്ന് ഏതെങ്കിലും വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രപ്പ, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നപ്പ, എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചേ പറ്റൂ എന്ന് ഏതെങ്കിലും വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രിയ ദൈവവിശ്വാസി, നിന്നോട് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, പരിശുദ്ധാത്മൻ കൃപയാൽ ഞാൻ നിന്നോട് പറയുകയാണ്, നീ അരുതാത്ത പ്രവൃത്തിയിൽ ഒട്ടൊന്നും പോകണ്ട. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അതുപോലെ നിങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യേണ്ടത്. നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ധൈര്യമുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. സ്തോത്രം. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ ഒരു പോക്ക് വഴിയും ഉണ്ടാക്കും. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത, ഒരു മനുഷ്യനെ കൊണ്ട് കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരീക്ഷണം, ഒരു സഹനം, ഒരു കഷ്ടത നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി ഒരു പോക്ക് വഴിയും ഉണ്ടാക്കും. പ്രിയ ദൈവവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ, ഒരു കഷ്ടത വന്നു കഴിഞ്ഞാൽ, ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ തലയ്ക്ക് മീതെ പരിവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല.
നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി, കഷ്ടതയോടുകൂടി, ദുഃഖത്തോടുകൂടി അതിനൊരു പോക്ക് വഴിയും കർത്താവായ യേശു ക്രിസ്തു ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടത വന്നാലും, എന്തെല്ലാം ദുഃഖം വന്നാലും, എന്തെല്ലാം ദുരിതം വന്നാലും അതൊന്നും തകർന്നു പോകത്തില്ല. അതൊന്നും ഒരു തകർച്ചയ്ക്കല്ല. ആ തകർച്ചയോടൊപ്പം, ആ സഹനത്തോടൊപ്പം, ആ കഷ്ടതയോടൊപ്പം, ആ പരീക്ഷയോടൊപ്പം കർത്താവ് യേശു ക്രിസ്തു ഒരു പോക്ക് വഴിയും ഉണ്ടാക്കും. ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഏത് കഷ്ടതയിൽ കൂടിയാണോ പോകുന്നത്, ഏത് ദുഃഖത്തിൽ കൂടിയാണോ പോകുന്നത്, ഏത് ദുരിതത്തിൽ കൂടിയാണോ പോകുന്നത്, ഏത് പ്രയാസത്തിൽ കൂടിയാണോ പോകുന്നത്, ആ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്നൊരു പോക്ക് വഴി കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്, സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവനൊരു പോക്ക് വഴിയും ഉണ്ടാക്കും. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പോൾ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതിനിടയ്ക്കായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോകട്ടെ. ഇതിൻ്റെ തീരുന്ന സമയത്ത്, ഈ പ്രയർ തീരുന്ന സമയത്ത് എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആദ്യം പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. ഇത് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ കഴിഞ്ഞ ഉടനെ തന്നെ, ആ വചന ചിന്ത കഴിഞ്ഞ ഉടൻ തന്നെ രോഗികൾക്ക് വേണ്ടി 2 മിനിറ്റ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ രോഗഭാഗങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീരുന്നതുവരെയും ഇത് ശ്രദ്ധയോടെ കേട്ട് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുക തന്നെ ചെയ്തു പോവുക. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ വചനത്തിലോട്ട് വരാം. ഇനി കഷ്ടത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മളിൽ വരുന്ന കഷ്ടതയെ ഓർത്തുകൊണ്ട്, ദുഃഖത്തെ ഓർത്തുകൊണ്ട്, ദുരിതത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞിരിക്കാനുള്ളതല്ല, ആ ചിന്തിച്ചിരിക്കാനുള്ളതല്ല, ഭാരപ്പെട്ടിരിക്കാനുള്ളവരല്ല. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ വീണ്ടും നമ്മൾ പല രോഗത്തിനും നമ്മൾ അടിമകളായി മാറും. മാനസിക രോഗങ്ങൾക്കും, ഡിപ്രഷനുകൾക്കും, ഉറക്കമില്ലാത്ത അവസ്ഥകൾ, പ്രഷർ, ഡയബറ്റീസ്, ഇങ്ങനെ പല രോഗങ്ങളായി മാറും. രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടും. സ്തോത്രം. അപ്പോൾ കഷ്ടത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇവിടുത്തെ ഇന്നത്തെ വളരെ മുഖ്യമായ ധ്യാന വിഷയം. ഇതാണ്, കഷ്ടത വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ നിന്നൊരു പ്രതിവിധി കിട്ടുന്നതിന് വേണ്ടി, അതിൽ നിന്നൊരു രക്ഷ കിട്ടുന്നതിന് വേണ്ടി, അതിൽ നിന്നൊരു പോക്ക് വഴി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. ചെയ്താൽ മാത്രമേ, ഞാൻ വീണ്ടും പറയുകയാണ്, ചെയ്താൽ മാത്രമേ, അനുസരിച്ചാൽ മാത്രമേ, ഈ ദൈവവചനം കേട്ട് അത് അനുസരിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ നിന്ന്, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകത്തുള്ളൂ, ഒരു ജയം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. പ്രിയ ദൈവവിശ്വാസികളെ, അനേകം വ്യക്തികൾ, ധാരാളം വ്യക്തികൾ പല വിഷയങ്ങളായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പല വിഷയങ്ങളായിട്ട്, മക്കളുടെ വിഷയങ്ങൾ, രോഗങ്ങൾ, സ്തോത്രം, മാനസിക രോഗങ്ങൾ, ഡയബറ്റിസ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കുടുംബത്തിലെ മദ്യപാനങ്ങൾ, ഒരു സ്വസ്ഥതയില്ലായ്മ, ഇങ്ങനെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിളിക്കണ്ട എന്നല്ല, പ്രാർത്ഥനയ്ക്ക് വിളിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കഷ്ടതയിൽ നിന്ന് മാറണമെങ്കിൽ, ഈ ദുഃഖത്തിൽ നിന്ന് മാറണമെങ്കിൽ, ഈ ദുരിതത്തിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം, ഹല്ലേലൂയ. കാരണം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന പരീക്ഷയോടൊപ്പം ഒരു പോക്ക് വഴി കർത്താവ് തരും. ഈ പോക്ക് വഴി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും പറയുന്നു, വീണ്ടും ഞാൻ അടുത്തടുത്ത് പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വചനം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ദുരിതം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കണം. ഞങ്ങളും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ്. സ്തോത്രം. പുറപ്പാട് ദിവസം 17-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. പുറപ്പാട് ദിവസം 17-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിൽ എത്തി പാളയമിറങ്ങി. സ്തോത്രം. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതൊരു കഷ്ടതയായിരുന്നു. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം, ഈജിപ്തിന് അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ 35 ലക്ഷത്തോളം ജനങ്ങൾ ആ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം, വളരെ ശ്രദ്ധിക്കണമേ, യഹോവ മോശയിൽ കൂടി പറഞ്ഞു കൊടുത്ത പ്രകാരം, മോശയുടെ ഇഷ്ടപ്രകാരമല്ല, മോശയുടെ തന്നെ ഇഷ്ടപ്രകാരമല്ല, യഹോവയുടെ കൽപ്പന പ്രകാരം, യഹോവ അരുളിച്ചത് പ്രകാരം
അവരെവിടെ ഇറങ്ങി? അവർ രഫീദിൽ എത്തി, അവിടെ പാളയമിറങ്ങി. സ്തോത്രം. അവർ രഫീദിൽ എത്തി, അവിടെ പാളയമിറങ്ങി. അവിടെ ജനത്തിന് വിടുപ്പാൻ വെള്ളമില്ലായിരുന്നു, അതൊരു കഷ്ടതയായിരുന്നു. സ്തോത്രം. തുടർന്ന് പിന്നോട്ട് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്, കർത്താവായ ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർ പാളയമിറങ്ങി, രഫീദിലെത്തി, അവിടെ പാളയമിറങ്ങി. ഈ വെള്ളത്തേക്കാൾ, ഈ വെള്ളം കിട്ടുന്നതിനേക്കാൾ, ആഹാരം കിട്ടുന്നതിനേക്കാൾ, വസ്ത്രം കിട്ടുന്നതിനേക്കാൾ അവർ വളരെയധികം ഒരു കഷ്ടത അവർ അഭിമുഖീകരിച്ചു, വളരെ സഹനത്തെ അവർ അഭിമുഖീകരിച്ചു, വളരെ ഒരു പരീക്ഷ അവർക്കൊരു അഭിമുഖീകരിക്കേണ്ടി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 8-ാം വാക്യത്തിൽ 17 പുറപ്പാട് ദിവസം 17:8 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. രഫീദിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. നോക്കണമേ, രഫീദിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഹാലലൂയ. സ്തോത്രപ്പാ സ്തോത്രം. ഹാലലൂയ. യേശുവിന്റെ രഫീദിൽ വെച്ച് അമാലേക്കിന്റെ സൈന്യം വന്ന് ഇസ്രായേലിനോട്, മോശ നയിച്ചു കൊണ്ടുവരുന്ന ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ആ ഇസ്രായേലിന് പൂർണ്ണമായിട്ടും അവർക്ക് വിശ്വാസം വന്നു. അവർ വളരെ ദുഃഖത്തിൽ വന്നു, ദുരിതത്തിൽ വന്നു. അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. വെള്ളം കിട്ടിയില്ല എന്നുള്ളതല്ല, ആഹാരം കിട്ടിയില്ല എന്നുള്ളതല്ല. നോക്കണമേ, ഇസ്രായേൽ മൊത്തം യുദ്ധത്തിൽ തോക്കാൻ പോവുകയാണ്. യുദ്ധത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഭയങ്കരമായൊരു കഷ്ടത, ജീവൻ മരണ പോരാട്ടം, ജീവൻ തന്നെ തീർന്നു പോകും എന്ന രീതിയിലുള്ള ഒരു പോരാട്ടം അവരുടെ ജീവിതത്തിൽ വന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടം വന്നു, ഏറ്റവും വലിയ കഷ്ടം. ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ കഷ്ടം രോഗമല്ല, സാമ്പത്തിക വിഷയമല്ല, സ്തോത്രം, കുടുംബത്തിലെ മദ്യപാനങ്ങളല്ല, സമാധാനമില്ലായ്മയല്ല. അതിനേക്കാൾ ഏറ്റവും വലിയ ഏറ്റവും വലിയ കഷ്ടമാണ് നമ്മുടെ ജീവൻ പോവുക, മരണം സംഭവിക്കുക. അതിനേക്കാൾ അപ്പുറം വേറൊരു കഷ്ടതയില്ല. പക്ഷേ ഈ രഫീദിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ദൈവം വഴി നടിച്ചുകൊണ്ട് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് വന്ന ഇസ്രായേൽ മക്കൾക്ക് വന്നത് അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. അവർക്ക് യുദ്ധം ഫേസ് ചെയ്യേണ്ടി വന്നു. അമേലേക്ക് സൈന്യത്തോട് യുദ്ധം ഫേസ് ചെയ്യേണ്ടി വന്നു. അവർക്ക് തോൽവി ഉറപ്പാണ്. അവരെല്ലാം നശിച്ചു പോകും, മരണപ്പെടും എന്നുള്ളൊരവസ്ഥ വന്നു. 9-ാം വാക്യം പുറപ്പാട് ദിവസം 17:9 പറയുന്നു, അപ്പോൾ അവർക്ക് ആ കഷ്ടത വന്നപ്പോൾ, അവർക്ക് ആ ദുഃഖം വന്നപ്പോൾ, മരണകരമായ ഭീതി, മരണകരമായ കഷ്ടത, മരണകരമായ ഭയം അവിടെ ഉള്ളിൽ വന്നപ്പോൾ, ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മരണകരമായ കഷ്ടത, മരണകരമായ ദുഃഖം, മരണകരമായ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ എത്തിയപ്പോൾ മോശ യോശുവയോട് പറഞ്ഞു, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമേലേക്കിനോട് യുദ്ധം ചെയ്യുക. മോശ യോശുവയോട് പറഞ്ഞു, യോശുവേ, നീ ആൾക്കാരെ, ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയി അമേലേക്കിനോട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്താലും നമ്മൾ ജയിക്കത്തില്ല എന്ന് മോശയ്ക്ക് മനസ്സിലായി. സ്തോത്രം. അമേലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. യോശുവ, നീ ആൾക്കാരെ തെരഞ്ഞെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടോളുക. നീ യുദ്ധത്തിന് പുറപ്പെട്ടാലും അതിലൊരു വിജയമുണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ മോശയ്ക്ക് സംശയം. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. 10-ാം വാക്യം, മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. യോശുവ അനുസരിച്ചു. സ്തോത്രം. യോശുവ അനുസരിച്ചു. നാളെ പോകാൻ പറഞ്ഞാൽ അത് മറ്റന്നാൾ പോകാമെന്നോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകാമെന്നോ, 4 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നോ, 3 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നോ അവിടെ യോശുവ പറഞ്ഞില്ല. യോശുവ പറഞ്ഞതുപോലെ നാളെ പോകാൻ പറഞ്ഞാൽ നാളെ തന്നെ യോശുവ പോയി ആൾക്കാരെയും തിരഞ്ഞെടുത്തു, ആൾക്കാരെയും വിളിച്ചുകൊണ്ട്, ഇസ്രായേൽ മക്കളെയും വിളിച്ചുകൊണ്ട് യോശുവ അവിടെ അനുസരിച്ചു. സ്തോത്രം. യോശുവ അവിടെ അനുസരിച്ചു. കാരണം മോശയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ദൈവത്തിന്റെ വാക്കാണ്, മോശയുടെ വാക്കല്ല. അഭിഷിക്തന്മാരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, സ്തോത്രം, പാസ്റ്റേഴ്സിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ദൈവത്തിന്റെ വാക്കുകളാണ്. പ്രിയ ദൈവവിശ്വാസികളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവിശ്വാസികളെ, ഈ ദൈവദാസനിൽ കൂടി വരുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഉദ്യോഗ മേഖലകളെ മാറ്റിമറിക്കാൻ പോവുകയാണ്.
നിങ്ങളുടെ കുടുംബത്തിലെ മക്കളുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ പോവുകയാണ്. ദേവദാസന്മാരിൽ കൂടി വരുന്ന ഓരോ വാക്കുകളും നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതങ്ങൾ ക്രമപ്പെടാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തുതിക്കുന്നു. നാസറേനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, സ്തോത്രം. അനുസരണക്കേടായിട്ട് നിൽക്കുന്ന എല്ലാ ദുഷ്ട അന്ധകാര ശക്തികളെയും, എല്ലാ പിശാചിന്റെ ശക്തികളെയും നാസറേനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ ശാസിച്ചു ബന്ധിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യോശുവ അനുസരിച്ചതുപോലെ, യോശുവ ഒബേ ചെയ്തതുപോലെ കർത്താവേ, ഈ ദൈവജനം കേൾക്കുന്ന ഓരോ മക്കളും ഒബേ ചെയ്യണമേ, അനുസരിക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹറോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. 11-ാം വാക്യം, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. സ്തോത്രം. കൈ താഴ്ന്നിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ദൈവവചനമാണ്. വളരെ ശ്രദ്ധയോടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ്. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ജയിക്കും, കൈ താഴ്ന്നിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ദാറ്റ് മീൻസ് മോശയുടെ കരം താഴ്ന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, താഴ്ന്നിരിക്കുമ്പോൾ അമേലേക്ക് ജയിക്കുന്നു, ഇസ്രായേൽ ജനം തോൽക്കുന്നു. മോശയുടെ കരം താഴ്ന്നിരിക്കുമ്പോൾ മോശയുടെ ജനം, ഇസ്രായേൽ ജനം തോൽക്കുന്നു, തോൽവി സംഭവിക്കുന്നു, കഷ്ടത സംഭവിക്കുന്നു, ദുഃഖം സംഭവിക്കുന്നു, ദുരിതം സംഭവിക്കുന്നു. പ്രിയ ദൈവവിശ്വാസികളെ, മോശയുടെ കൈ ഉയർന്നിരുന്നപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു. നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ കഷ്ടത അനുഭവിക്കുന്ന വിഷയങ്ങളിലും സ്തോത്രം, മോശയുടെ കരം ഉയർന്നിരുന്നത് പോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ രോഗത്തിനൊരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നതിന് വേണ്ടി, ഉദ്യോഗ മേഖലകളിൽ മോചനം കിട്ടുന്നതിന് വേണ്ടി, സ്തോത്രം, കുടുംബത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി മോശയുടെ കൈ ഉയർന്നിരുന്നത് പോലെ സ്തോത്രം, മോശയുടെ കൈ ഉയർന്നിരുന്നത് പോലെ, ഞാൻ വീണ്ടും പറയണം, മോശയുടെ കൈ ഉയർന്നത് പോലെ. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ കൈ ഇന്ന് ഉയരുവാൻ തയ്യാറാണോ? സ്തോത്രം. മോശയുടെ കൈ ഉയർന്നിരുന്നത് പോലെ പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, സ്തോത്രം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സാമ്പത്തിക മേഖല ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളുടെ കരം പ്രാർത്ഥനയിൽ 2 കരങ്ങൾ ഉയർന്നിരിക്കുവാൻ തയ്യാറാണോ? തയ്യാറായാൽ ജയം ഉറപ്പ്. സ്തോത്രം. തയ്യാറായാൽ കഷ്ടങ്ങളിൽ നിങ്ങൾക്ക് ജയം ഉറപ്പ്. കൈ താന്നിരുന്നാൽ പോയി, കഷ്ടത വന്ന് വരും, പിശാച് കയറി കളിക്കും. ആ പിശാച് ഓടുന്നതിന് വേണ്ടി, ആ പിശാച് തരുന്ന കഷ്ടങ്ങളെല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടി ദൈവ സന്നിധിയിൽ വണങ്ങിക്കൊണ്ട്, എളിമപ്പെട്ടുകൊണ്ട്, ദൈവത്തിന് വിധേയപ്പെട്ടുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആ 2 കരങ്ങൾ ഉയർന്നിരുന്നാൽ, മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്ന പോലെ നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരുന്നാൽ നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾക്ക് ജയമുണ്ട്, വിജയമുണ്ട്. ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ കീഴടക്കാൻ സാധിക്കത്തില്ല. ഒരു ദുഷ്ട പിശാചിന് നിന്നെ കീഴടക്കാൻ സാധിക്കില്ല. ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ കീഴടക്കാൻ സാധിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ അടിക്കടി ജയം തന്നെയായിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. 12-ാം വാക്യം, എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്നു അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഉറച്ചു തന്നെ നിന്നു. ഞാൻ വീണ്ടും വചനം വായിക്കുകയാണ്. പുറപ്പാട് ദിവസം 17-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ മോശയുടെ കൈ ഭാരം തോന്നിയപ്പോൾ, സ്തോത്രം, മോശ ഒരു മനുഷ്യനാണ്, എത്ര നേരം കൈ ഉയർന്നിരിക്കും? സ്തോത്രം, ഹല്ലേലൂയ. ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ച് മോശ അതിന്മേലിരുത്തി. അഹ്റോനും ഹൂരും കൂടി അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് മോശയുടെ കരങ്ങൾ താങ്ങി പിടിച്ചു. സൂര്യൻ അസ്തമിക്കുന്നത് വരെ, സന്ധ്യാസമയം വരെ ഹല്ലേലൂയ മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ ആത്മീയ മർമ്മത്തിലേക്ക് വരുവാൻ ദൂതിലേക്ക് വരികയാണ്. മോശ നമ്മെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ. സ്തോത്രം. ആ ഇസ്രായേൽ ജനം ജയിക്കണമെങ്കിൽ മോശ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു നമുക്കെല്ലാം അറിയാം. അരമണിക്കൂർ നമ്മുടെ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ നമുക്കറിയാം. സ്തോത്രം. മോശ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്, രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് കരങ്ങൾ ഉയർന്നിരുന്നത്. അപ്പോൾ ആ ജയത്തിന് വേണ്ടി, അതാണ് ആത്മീയ മർമ്മം,
ഇസ്രായേൽ ജനത്തിന്റെ ജയത്തിനു വേണ്ടി മോശ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു. വീണ്ടും ഞാൻ പറയാണ്, ഇസ്രായേൽ ജനത്തിന്റെ ജയത്തിനു വേണ്ടി മോശ എത്ര നേരം കഷ്ടത അനുഭവിച്ചു. സ്തോത്രം, സ്തോത്ര, ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികൾ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി, നിങ്ങളുടെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി, സ്തോത്രം, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു വിടുതലിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിലൊരു അനുഗ്രഹം കടന്നു വരുന്നതിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് നല്ല പഠനവും ജോലിയും കിട്ടുന്നതിന് വേണ്ടി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, സ്തോത്രം, മോശയുടെ കരം ഉയർന്നിരുന്നത് പോലെ നിങ്ങളുടെ കരങ്ങൾ എത്ര സമയം നിങ്ങൾക്ക് ഉയർത്തി നിൽക്കാൻ സാധിക്കും? നിങ്ങളുടെ കരങ്ങൾ എത്ര മണിക്കൂറോളം ഉയർന്നിരിക്കുന്നോ അത്രയും സമയത്തോളം നിങ്ങളുടെ മക്കൾക്ക് ജയമാണ്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങൾക്കൊരു വിടുതലാണ്. നിങ്ങളുടെ ഭാരങ്ങളിൽ നിങ്ങൾക്കൊരു ജയമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മോശയുടെ കൈ സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഉറച്ചു നിന്നു. 13-ാം വാക്യം. ഹല്ലേലൂയ. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വാഴ്ത്തലയാൽ തോൽപ്പിച്ചു. മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നപ്പോൾ ഹല്ലേലൂയ, ഉയർന്നിരുന്നപ്പോൾ തോൽക്കേണ്ടതായിരുന്ന ഇസ്രായേൽ ജനം ജയക്കൊടി പാറിച്ചു. അമാലേക്കിനെ, അവന്റെ ജനത്തെ വാളിന്റെ വാഴ്ത്തലയാൽ തോൽപ്പിച്ചു. യോശുവയുടെ ബലം കൊണ്ടല്ല, യോശുവയുടെ ശക്തി കൊണ്ടല്ല, യോശുവയുടെ വാളിന്റെ മൂർച്ച കൊണ്ടുമല്ല. യോശുവയുടെ ജയത്തിന്റെ പുറകിൽ വേറൊരു വ്യക്തി കഷ്ടം അനുഭവിച്ചിരുന്നു, വേറൊരു വ്യക്തി ദുഃഖം അനുഭവിച്ചിരുന്നു. സ്തോത്രം, ഭാരം അനുഭവിച്ചിരുന്നു. ആ യോശുവ അനുഭവിച്ച കഷ്ടങ്ങളിൽ, മോശ അനുഭവിച്ച ദുഃഖത്തിൽ യോശുവ അവിടെ ജയമെടുക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ജയമെടുക്കുന്നു. സ്തോത്രം, സ്തോത്രങ്ങൾ, ഹല്ലേലൂയ. യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ വിജയത്തിന് വേണ്ടി, ഉന്നതമായ ഒരു വിജയത്തിന് വേണ്ടി നിങ്ങളുടെ കരങ്ങൾ താരാതെ ദൈവസന്നിധിയിൽ ഉറച്ചിരിക്കട്ടെ, ഉയർത്തിപ്പിടിച്ചിരിക്കട്ടെ. ദൈവം അത്യന്തമായ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കഷ്ടങ്ങൾ കണ്ട് നിങ്ങളുടെ കഷ്ടത്തിൽ ദൈവം നിങ്ങൾക്കൊരു ജയം നൽകുക തന്നെ ചെയ്യും. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ശക്തിയാൽ ഒരുത്തനും ജയിക്കത്തില്ല. നിന്റെ മിടുക്കുകൊണ്ടോ, നിന്റെ കഴിവുകൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ നീ ഒരു കാരണവശാലും ജയിക്കത്തില്ല. സ്വശക്തിയാൽ, ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമേ നിനക്ക് ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. സങ്കീർത്തനം 129-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. യേശുവിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തന പുസ്തകം 129-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. ശലോമോന്റെ ആരോഗ്യ ഗീതം എന്നാണ് തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത് യേശുവിന്റെ ആ ക്രൂശിത മരണത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, അവർ ബാല്യം മുതൽ പലപ്പോഴും, യഹൂദ പടയാളികളും യഹൂദന്മാരും, സ്തോത്രപ്പ, അവർ യേശുവിന്റെ ബാല്യം മുതൽ പല സമയം യേശുവിനെ ഉപദ്രവിച്ചു, കല്ലെടുത്തെറിഞ്ഞു, നിന്ദിച്ചു, പുച്ഛിച്ചു, അധിക്ഷേപിച്ചു, പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. 2-ാം വാക്യത്തിൽ പറയുന്നു, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. എങ്കിലും ശ്രദ്ധിക്കണമേ, സങ്കീർത്തനം 129:2, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. എന്നെ ഉപദ്രവിച്ചവർ, എന്നെ കഷ്ടത്തിലേക്ക് നയിച്ചവർ, അവർ ജയിച്ചില്ല. ജയം എനിക്ക് തന്നെയായിരുന്നു. എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ജയം യേശുവിന് തന്നെയായിരുന്നു. വീണ്ടും 3-ാം വാക്യത്തിൽ പറയുന്നു, ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, ഉഴവു ചാലുകളെ അവർ എൻ്റെ നീളത്തിൽ കീറി. ഒരു വയലിൽ കർഷകൻ കലപ്പ കൊണ്ട് ആ വയലിനെ കീറി മുറിക്കുന്നത് പോലെ, വയലിലെ ആ ചെളി മണ്ണിനെ കീറി മുറിക്കുന്നത് പോലെ, ആ റോമൻ പടയാളികൾ ചാട്ടവാറുകൊണ്ട് യേശുവിന്റെ മുതുകത്ത് അടിച്ചു കീറി. ഹല്ലേലൂയ. അടിച്ചു കീറി, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടുവെങ്കിലും 3-ാം ദിവസം കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. ആ ഇത്രത്തോളം മുതുകിൽ വന്ന മുറിവുകൾ, ആ നിന്ദനങ്ങൾ, പീഡനങ്ങൾ, ക്രൂശിത മരണങ്ങൾ എല്ലാം കർത്താവിന് കഷ്ടത അനുഭവിച്ചുവെങ്കിലും
ഒരു മനുഷ്യനും അനുഭവിക്കാത്ത കഷ്ടത യേശു അനുഭവിച്ചുവെങ്കിലും ആ 3-ാം ദിവസം കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹല്ലേലൂയ. മരണത്തെയും അതിജീവിച്ചുകൊണ്ട്, മരണകരമായ കഷ്ടതയെ അതിജീവിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു വെല്ലുവിളിക്കണേ, മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വീഴ്ചമുള്ള എവിടെ? സ്തോത്രം. പ്രിയ വിശ്വാസികളെ, മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ, ആ കഷ്ടതയെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പറയാണ്, നിന്റെ കഷ്ടതയിലും നിനക്കൊരു ജയമുണ്ട്, നിനക്കൊരു വിജയമുണ്ട്. നീ പതറിപ്പോകണ്ട, നീ പതറരുത്, നീ പതറിപ്പോകണ്ട. നീ ഒരു കാരണവശാലും ദുഃഖിക്കാനുള്ള വ്യക്തിയല്ല. ഹല്ലേലൂയ. നീ ഒരു കാരണവശാലും കരയാനുള്ള വ്യക്തിയല്ല. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിൽ മേലാണോ കരയുന്നത്, ഏത് വിഷയത്തിൽ മേലാണോ ഭാരപ്പെടുന്നത്, നിനക്കൊരു ജയം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും സങ്കീർത്തനം 118-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനം 118-ാം അധ്യായം അതാരാണ് എഴുതിയെന്ന് അവിടെ പറയുന്നില്ല. സങ്കീർത്തനം 118-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞെരുക്കത്തിൽ, കഷ്ടതയിൽ, ദുഃഖത്തിൽ, ദുരിതത്തിൽ, കരച്ചിലിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഇത് കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങൾ ഏത് കഷ്ടതയിലാണോ ദുഃഖത്തിൽ കൂടിയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഞെരുക്കത്തിൽ നിങ്ങൾ യഹോവയെ വിളിച്ചപേക്ഷിക്കുക, യഹോവയായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങളുടെ വിശാല സ്ഥലത്താക്കുക തന്നെ ചെയ്യും. എല്ലാ കഷ്ടതകളും എല്ലാ ഞെരുക്കങ്ങളും എടുത്തു മാറ്റിയിട്ട് നിങ്ങളെ വിശാലയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, 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 സ്തോത്രങ്ങൾ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. തിരിച്ച് 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവർ എന്നെ തള്ളി എങ്കിലും, ഹല്ലേലൂയ, യഹോവ എന്നെ താങ്ങി. അവർ എന്നെ തള്ളിയെങ്കിലും ഞാൻ വീണില്ല, യഹോവ എന്നെ താങ്ങി. ആ ദുഷ്ടശക്തികൾ, കഷ്ടതയുടെ അന്ധകാര ശക്തികൾ എന്നെ വീഴുവാൻ തക്കവണ്ണം തള്ളിയെങ്കിലും യഹോവ എന്നെ താങ്ങി. ആ കഷ്ടങ്ങളിൽ ദൈവം എന്നെ രക്ഷപ്പെടുത്തി, എനിക്ക് ജയം നൽകി. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. സങ്കീർത്തനം 118-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല ജാതികളും എന്നെ ചുറ്റിവളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. സകല ജാതികളും സകല കഷ്ടങ്ങളും സകല ദുഃഖങ്ങളും എന്നെ ചുറ്റിവളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ എന്നെ ഛേദിച്ചു കളയും. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. വീണ്ടും 118-ന്റെ വായിക്കുന്നു, അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു, യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. പ്രിയ ദൈവവിശ്വാസികളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഹല്ലേലൂയ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, 1 മിനിറ്റ് നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. 1 മിനിറ്റ് നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. അവർ എന്നെ വളഞ്ഞു, അതെ കഷ്ടതയുടെ, രോഗത്തിന്റെ, ഹല്ലേലൂയ, മാരകമായ രോഗങ്ങളുടെ കഷ്ടത, പിശാചിന്റെ പല പല തന്ത്രങ്ങളും കൊണ്ടുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ. കർത്താവേ, എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ആ രീതിയിലുള്ള കഷ്ടതകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു. സ്തോത്രം. അതേ, അവർ എന്നെ വളഞ്ഞു. ഹല്ലേലൂയ. ഭാരങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ബ്രസ്റ്റ് ട്യൂമറുകൾ, യൂട്രസ് ട്യൂമറുകൾ, ഹല്ലേലൂയ, മക്കളുടെ വഴിവിട്ട ജീവിതങ്ങൾ, ഇങ്ങനെ പല കഷ്ടതകൾ കൊണ്ട് എന്നെ ചുറ്റി വളഞ്ഞു. നസ്രാനി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ ഞങ്ങളിതാ ഒരുമിച്ച് ഛേദിച്ചു കളയുന്നു. ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ, ഞങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതയെ ഞങ്ങളിതാ യേശുവിന്റെ നാമത്തിൽ, എല്ലാ നാമത്തിന് മേലായ നാമമായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിതാ ഛേദിച്ചു കളയുന്നു. സ്തോത്രം. വീണ്ടും മുന്നോട്ട് പോകാം. സങ്കീർത്തനം 118-ന്റെ 12 പറയുന്നു, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. അവർ തേനീച്ച പോലെ, റാണീച്ച ഇരിക്കുന്ന അടുത്ത് മറ്റു ഈച്ചകൾ വന്ന്, മറ്റു തേനീച്ചകൾ വന്ന് കൂട്ടം കൂടുന്നത് പോലെ. സ്തോത്രപ്പ, ഹല്ലേലൂയ. കഷ്ടതകളാവുന്ന, ദുഃഖങ്ങളാവുന്ന, ദുരിതങ്ങളാകുന്ന, രോഗങ്ങളാവുന്ന, സമാധാനമില്ലാത്ത അവസ്ഥകളാവുന്ന, പല തരത്തിലുള്ള പല രീതിയിലുള്ള കഷ്ടതകൾ എന്നെ വന്ന് ചുറ്റി വളഞ്ഞു. തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ
മുൾത്തി പോലെ അവർ കെട്ടുപോയി. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവവിശ്വാസികളെ, ഹല്ലേലൂയ. നിങ്ങളെ തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ടതകളും എല്ലാ ദുഃഖങ്ങളും ഇപ്പോൾ ഇതാ മുൾത്തി പോലെ കെട്ടുപോവുകയാണ്. ആ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം മുൾത്തി പോലെ കെട്ടുപോവുകയാണ്. യഹോവയുടെ നാമത്തിൽ നമ്മൾ അതിനെ ഛേദിച്ചു കളയുകയാണ്. യഹോവയുടെ നാമത്തിൽ അതിനെ ചുട്ടുകളയുകയാണ്. സ്തോത്രം. ഏറ്റെടുത്തോ, വിശ്വാസത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്തോ. നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളും, നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും യഹോവയുടെ നാമത്തിൽ ചുട്ടുകളയുകയാണ്, ഛേദിച്ചു കളയുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നിനക്കൊരു വിടുതൽ നൽകുകയാണ്. സ്തോത്രപ്പാ, സ്തോത്ര. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 13-ാം വാക്യത്തിൽ പറയുന്നു, സംഖ്യ 118:13 പറയുന്നു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി. സ്തോത്രം. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അതേ, കഷ്ടതകളാവുന്ന, ദുഃഖങ്ങളാവുന്ന, ദുരിതങ്ങളാവുന്ന പല പല പ്രശ്നങ്ങളായിട്ട് പിശാചിന്റെ ശക്തി എന്നെ തള്ളി. എന്റെ ജീവൻ അവരെ കൊണ്ടുപോകാൻ രീതിയിൽ പ്രവർത്തിച്ചു. എങ്കിലും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് യേശുക്രിസ്തു എന്നെ സഹായിച്ചു. കർത്താവ് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. സമാധാനത്തിന്റെ പ്രഭു ഇന്നും ജീവിക്കുന്നു. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം എന്നെ താങ്ങി. ഞാൻ വീഴുവാൻ തക്കവണ്ണം കഷ്ടതകൾ, ദുഃഖങ്ങൾ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് യേശുവെ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. അതാണ് യിരെമ്യാ പ്രവാചകൻ 29:11 നമ്മൾ വായിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ 29:11 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന, നമ്മൾ ഓരോരുത്തരും പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ഓരോ പദ്ധതികൾ, ഓരോ ആലോചനകൾ നിരൂപിക്കുന്നു. ഇന്നവ എന്ന് ദൈവം അറിയുന്നു. സ്തോത്രം. നമ്മൾ അറിയുന്നില്ല. ആ ദൈവത്തിന്റെ നിരൂപണങ്ങൾ, ദൈവത്തിന്റെ ആലോചനകൾ ഒരിക്കലും അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. എന്തിനു വേണ്ടി? നമ്മൾ പ്രത്യാശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഭാവിയിൽ ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി വരുവാൻ തക്കവണ്ണത്തിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പല കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. അതിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകൾ മടക്കി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യാശിക്കുന്നതിനേക്കാൾ വലിയ ഒരു ശുഭഭാവി, വലിയൊരു പ്രത്യാശ, വലിയൊരു അനുഗ്രഹം, വലിയൊരു വിടുതൽ നമുക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, നിങ്ങളാരും തകർന്നു പോകരുതേ, നിങ്ങളാരും ഭ്രമിച്ചു പോകരുതേ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിങ്ങൾക്ക് ജയമുണ്ട്. അതൊരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഒരു ജയത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന കഷ്ടത ഒരിക്കലും ഒരു തിന്മയ്ക്കല്ല, നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം നിങ്ങൾ ഒരു നന്മ അയക്കാൻ പോവുകയാണ്. സ്തോത്രപ്പ, ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. ഈ പറയുമ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ ഉള്ളിൽ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഏതൊക്കെയോ വ്യക്തികൾക്ക് ദൈവം ജോലി അയക്കുകയാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന്, സ്വർഗത്തിലെ വാതിലുകൾ തുറന്ന് ദൈവം ചില കുടുംബങ്ങളിലേക്ക് ജോലികൾ തരപ്പെടുത്തി കൊടുക്കുകയാണ്, ജോലികൾ അയക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. വലിയ വലിയ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ അനേക മക്കൾക്ക് വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി മേഖലയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം, റെവല്യൂഷൻ ചാപ്റ്റർ 21:7. വെളിപ്പാട് പുസ്തകം 21:7 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. സ്തോത്രം. ജയിക്കുന്നവന്, കഷ്ടതയിൽ ജയിക്കുന്നവന്, കഷ്ടത അഭിമുഖീകരിച്ചുകൊണ്ട്, കഷ്ടതയെ നിന്റെ ജയം എവിടെ, കഷ്ടതയെ നിന്റെ വിഷമുള്ളെവിടെ എന്ന് വെല്ലുവിളിച്ചും കൊണ്ട്, സ്തോത്രം, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഏത് അവകാശമായി ലഭിക്കും? ഏതാണ് അവകാശമായി ലഭിക്കാൻ പോകുന്നത്? ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കഷ്ടതയെ അതിജീവിക്കുന്നവൻ ദൈവത്തിന്റെ മകനായിരിക്കും. സ്തോത്രം. കഷ്ടതയെ അതിജീവിക്കുന്ന മകൻ ദൈവം അവന്റെ പിതാവായിരിക്കും.
ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രപ്പ. ഹല്ലേലൂയ. അതിനാൽ പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾ എന്ത് പ്രശ്നത്തിലാണോ, ദുഃഖത്തിലാണോ, ദുരിതത്തിലാണോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊരു ജയമുണ്ട്. നിങ്ങൾക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ. മോശ പ്രാർത്ഥിച്ചതുപോലെ കരങ്ങൾ ഉയർത്തി മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മേൽ നിങ്ങളുടെ കരങ്ങൾ ഉയർന്നിരുന്നാൽ നിങ്ങൾക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ. അതാണ് അവസാനമായി പറഞ്ഞ വെളിപ്പാട് പുസ്തകം 21-7 വാക്യത്തിൽ പറഞ്ഞു, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഏത് ലഭിക്കും? ജയിക്കുന്നവന് ദൈവം പിതാവായിരിക്കും. ജയിക്കുന്നവന് ദൈവത്തിന്റെ മകനായിരിക്കും. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. നമുക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവേ നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ രോഗമുണ്ടെങ്കിൽ, ഏത് ഭാഗത്താണ് രോഗം കാണുന്നത്? ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. ഏത് ഭാഗത്താണ് രോഗം കാണുന്നത്? ആ ഭാഗത്ത് കൂടെ വലം കരം വയ്ക്കാം. സ്തോത്രപ്പാ, സ്തോത്ര. ഹല്ലേലൂയ. രോഗികളല്ലാത്തവർ, നിങ്ങളുടെ ഹല്ലേലൂയ കുടുംബത്തിൽ ശാന്തി സമാധാനമില്ലാതിരിക്കുന്നവരാണോ? ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? സ്തോത്രം. നിങ്ങളുടെ കരങ്ങൾ മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നത് പോലെ, രഫീദിൽ മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നത് പോലെ നിങ്ങളുടെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. രോഗികളായിട്ടുള്ളവർ ഒരു കരം ഉയർത്തിയിട്ട്, ഒരു കരം നിങ്ങളുടെ വലത് കരം ഏത് ഭാഗത്താണ് രോഗം കാണുന്നത് അവിടെ വെക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ, നന്ദിയോട് സ്തുതിക്കുന്നു. നസ്രാനി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. നസ്രാനി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസൻ പ്രാർത്ഥിക്കുന്നു. ശരഹ ബറുഡാരി. ഹല്ലേലൂയ. റുഹ റുഹ റുഹ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ. കർത്താവേ, കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് ജയമുണ്ട്. കർത്താവ് യേശു, അങ്ങ് ലോകത്തെ കീഴടക്കിയവനാണ്. അങ്ങ് കഷ്ടം അനുഭവിച്ചപ്പോൾ അങ്ങ് ലോകത്തെ ജയിച്ചവനാണ്. നസ്രാനി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി 2 കരങ്ങൾ ഉയർത്തി ദാസൻ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, അങ്ങയുടെ അണിപ്പാടാർന്ന കരങ്ങൾ ഈ മക്കളുടെ വലത് കരങ്ങളിൽ തുടരണമേ, സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. രോഗഭാഗങ്ങളിൽ വെച്ചിരിക്കുന്ന കരങ്ങളിൽ തുടരണമേ, സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സ്തോത്രപ്പാ, സ്തോത്രം. കർത്താവ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം, പാറയെ തകർക്കുന്ന കൂടത്തേക്കാൾ ശക്തിയേറിയ വചനം ഇപ്പോൾ ആ മക്കളിലേക്ക് അയച്ചുകൊണ്ട് രോഗികളായിട്ടുള്ളവർ വിടുതൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ക്യാൻസറിന്റെ മുഴകൾ വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്യാൻസറിന്റെ സിംറ്റംസ് വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യൂട്രസിലെ മുഴകൾ വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിലെ മുഴകൾ വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസിക രോഗികൾക്ക് സൗഖ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശരീരത്തിലെ എല്ലാ വേദനകളും വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തലവേദന വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചെവികൾ തുറക്കണമേ, കേൾവി ശക്തി നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. കണ്ണിന്റെ കാഴ്ചശക്തികൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടിലെ കൈമുട്ടിലെ വേദന വിട്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസ്ക് കംപ്ലൈന്റുകൾ കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ കുടൽ സംബന്ധമായ രോഗികൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഈ കിഡ്നി പേഷ്യന്റുകൾ കർത്താവ് ഈ നിമിഷം സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവെ, ഡയാലിസിസ് എല്ലാം കർത്താവ് നിർത്തലാക്കിയിട്ട് യേശുവിന്റെ രക്തം കർത്താവെ മക്കളിൽ പ്രവേശിച്ചുകൊണ്ട് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹാർട്ട് പേഷ്യന്റുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ സ്തോത്രം. ഹൃദയത്തിലെ ഹോളുകൾ യേശുവിന്റെ നാമത്തിൽ അടയട്ടെ. നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവ്, വാക്കകത്തുള്ള രോഗങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതാണ്. വാക്കകത്തുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രപ്പാ, സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാ രോഗികളും തുറന്നമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ രക്തം ചെയ്യാം. കർത്താവ്, ബ്ലഡ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തം ചെയ്യാം. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ രക്തം ചെയ്യാം. നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, കുടുംബത്തിൽ മാനസാന്തരപ്പെടാത്ത ജീവിത പങ്കാളി മാനസാന്തരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. കർത്താവേ,
കുടുംബത്തിൽ മാനസാന്തരപ്പെടാത്ത ജീവിത പങ്കാളി മാനസാന്തരപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവഭയമില്ലാതെ ദൈവഭക്തിയില്ലാതെ കർത്താവെ നടക്കുന്ന കുടുംബത്തിലെ മക്കൾ ഈ സമയം കർത്താവ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എടുത്ത് മാറ്റണം പ്രാർത്ഥിക്കുന്നപ്പാ. കണ്ണുനീരോട് പ്രാർത്ഥിച്ചോ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. ഒരു നല്ല ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുകയാണ്. നല്ലൊരു ദൈവ സാന്നിധ്യം ഇപ്പോൾ അനുഭവിച്ചറിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് മക്കളുടെ പഠന മേഖലകൾ ഉയർച്ച നൽകണം പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി വസ്തുവില്ലാത്തവർക്ക് വസ്തുക്കൾ നൽകി അങ്ങ് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിദേശ മേഖലയിലേക്കുള്ള വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവ്. സാമ്പത്തിക മേഖലയുടെ കെട്ടുകളെല്ലാം വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു. നസ്രാനി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ സാത്താന്റെ എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വീണതിനായി സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഓരോ മക്കളെ സൗഖ്യപ്പെടുത്താനായി, ഓരോ മക്കൾക്കും വിടുതൽ കൊടുത്തനായി, ഓരോ കുടുംബത്തെ അനുഗ്രഹിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ വിശ്വാസികളെ, ഇത് കേൾക്കുമ്പോൾ തന്നെ അനേകം മക്കൾക്ക് വിടുതലുകളും കഷ്ടതകളിൽ ജയം ഉണ്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. സ്തോത്രം. അതൊരു സ്ഥിരമായി കിട്ടണമെങ്കിൽ, ഒരു സ്ഥിരത ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് വീണ്ടും അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ചെറുതോ വലുതോ ആയിട്ടുള്ള സാക്ഷ്യം എന്നെ വിളിച്ചറിയിക്കാവുന്നതാണ്. സ്തോത്രം. ആരും ചെറിയൊരു തലവേദനയായിരിക്കാം, ചിലപ്പോൾ ഒരു വയറുവേദനയായിരിക്കാം, ഒരു നട്ടൽ വേദനയായിരിക്കാം. ഉറപ്പായിട്ട് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. മിണ്ടാതെ ഒളിച്ചു വെച്ചുകൊണ്ടുണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വേദന അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വന്നു. അവർ പിന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് പ്രാർത്ഥിച്ചു വിട്ടുമാറുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയ ദൈവവിശ്വാസികൾ, ഇത് കേൾക്കുന്ന പ്രിയ ദൈവവിശ്വാസികളെ, നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ള ഏതെങ്കിലും സൗഖ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ട് വിളിച്ച് പറയണം. ഞങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ പേര് ഉയരുന്നതിന് വേണ്ടിയല്ല, ഞങ്ങളുടെ നാമം ഉയരുന്നതിന് വേണ്ടിയല്ല. എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ നാമം ഉയരുന്നതിന് വേണ്ടിയാണ്. ആ യേശുവിൻ്റെ നാമം നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അനേക വർഷങ്ങളായി, മാസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയത്തിൽ മേലും ദൈവം വിടുതൽ നൽകുക തന്നെ ചെയ്യും. എൻ്റെ ഫോൺ നമ്പർ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. 94 47 74 75 76 9447747576. ഇത് കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. സ്തോത്രം.